എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നീറ്റ് കൗൺസിലിങ്ങിനെ കുറിച്ചും MBBS സാധ്യതകളെ കുറിച്ചുമാണ്. സർ, എന്താണ് നീറ്റ് കൗൺസിലിംഗ്? നമുക്ക് ഇന്ന് ഇന്ത്യയിൽ എസ്പെഷ്യലി നീറ്റിൻ്റെ അണ്ടറിൽ വരുന്ന കോഴ്സുകളുടെ അഡ്മിഷൻ നടക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ നീറ്റിൻ്റെ കൗൺസിലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഓൾ ഇന്ത്യ കോട്ടയിൽ വരുന്ന സമയത്ത് നമുക്ക് MBBS, BDS, അത് കൂടാണ്ട് BSc നഴ്സിംഗ്, ഈ 3 കോഴ്സുമാണ് എന്ത് നടക്കുന്നത് നീറ്റിൻ്റെ കൗൺസിലിങ്ങിലൂടെ അഡ്മിഷൻ ആവുന്നത്. ഇനി സ്റ്റേറ്റുകളോട് പോകുന്ന സമയത്ത് സ്റ്റേറ്റുകളിൽ കോഴ്സിൽ മാറ്റം വരുന്നുണ്ട്. കാര്യം ഇപ്പോൾ കേരളത്തിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലുള്ള എല്ലാ കോഴ്സസ്, അതുകൂടാണ്ട് ആയുഷ് മീൻസ് നമുക്ക് BAMS, അത് കൂടാണ്ട് ഹോമിയോ, ഇത്തരത്തിലുള്ള കോഴ്സുകൾ. ഇത് കൂടാണ്ട് പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ വെറ്റിനറി സർവകലാശാല, നമ്മുടെ BBSc വെറ്റിനറി സർവകലാശാലയുടെ അണ്ടറിൽ വരുന്ന കോഴ്സസ് എന്ത് ചെയ്യുന്നത് നീറ്റിൻ്റെ അണ്ടറിൽ നിന്നാണ് കൗൺസിലിംഗ് നടത്തുന്നത്. കാര്യം അതിനുവേണ്ടി സെപ്പറേറ്റ് ഒരു എക്സാമിനേഷൻ കേരളത്തിൽ അവർ നടത്തുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത്തരം കോഴ്സുകളുടെ അഡ്മിഷൻ പ്രോസസ്സാണ് നമുക്ക് നീറ്റിൻ്റെ കൗൺസിലിങ്ങിൻ്റെ അണ്ടറിൽ വരുന്നത്. ഓക്കെ സാർ പറഞ്ഞു നീറ്റിൻ്റെത് ഓൾ ഇന്ത്യ ഉണ്ട്, സ്റ്റേറ്റും. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? അതായത് നമുക്കിപ്പോൾ ഓൾ ഇന്ത്യ കോട്ടയുടെ കൗൺസിലിംഗ് നടത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിക്കൽ കൗൺസിലിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത്, അതായത് MCC ആണ് ഓൾ ഇന്ത്യ കോട്ടയുടെ കൗൺസിലിംഗ് നടത്തുന്നത്. ഓക്കെ, സോ നമ്മൾ സ്റ്റേറ്റിലോട്ട് വരുന്ന സമയത്ത് പറഞ്ഞാൽ ആസ് എൻ എക്സാമ്പിൾ നമ്മളിപ്പോൾ കേരളത്തിൻ്റെ കേസ് പറയുകയാണെങ്കിൽ കേരളത്തിൽ കൗൺസിലിംഗ് നടത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻട്രൻസ് കമ്മീഷൻ ഓഫ് കേരളയാണ്. ഓക്കെ, അതായത് CE കേരളയാണ് കേരളത്തിൽ കൗൺസിലിംഗ് നടത്തുന്നത്. പക്ഷേ നമുക്ക് എക്സാമിനേഷൻ സിംഗിൾ എക്സാമിനേഷനേ ഉള്ളൂ ഓൾ ഇന്ത്യ തലത്തിൽ നടക്കുന്ന നീറ്റിൻ്റെ എക്സാമിനേഷൻ. വൺസ് നീറ്റിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം അതത് സ്റ്റേറ്റുകൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ആപ്ലിക്കേഷൻ വിളിക്കുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിൽ മാത്രമല്ല കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് പറ്റുന്നത്. തമിഴ്നാട്ടിലും എന്ത് ചെയ്യാം, അവർക്ക് ഓപ്പൺ കോട്ട സീറ്റിലോട്ട് ആപ്ലിക്കേഷൻ കൊടുക്കാം. കർണാടകയിലും എന്ത് ചെയ്യാം, അവർക്ക് ഓപ്പൺ കോട്ട സീറ്റിനകത്ത് ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ടുള്ള ഒരു ഓപ്ഷൻ അവൈലബിൾ ആണ്. അപ്പോൾ രണ്ടിടത്തും കൗൺസിലിംഗ് നടത്തുന്ന ബോഡി ഡിഫറൻസ് ആണ്. ദെൻ ഓൾ ഇന്ത്യ കോട്ട കൗൺസിലിംഗ് ആയിരിക്കും ആദ്യം നടക്കുന്നത്. അത് കഴിഞ്ഞ് ഇപ്പോൾ ഓൾ ഇന്ത്യ കോട്ടയുടെ ഫസ്റ്റ് റൗണ്ട് കൗൺസിലിംഗ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും എന്ത് വരാൻ പോകുന്നത്, സ്റ്റേറ്റിൻ്റെ ഫസ്റ്റ് റൗണ്ട് കൗൺസിലിംഗ് വരാം. അപ്പോൾ ഈ ഒരു മെത്തേഡിലാണ് എന്ത് നമ്മുടെ ഒരു കൗൺസിലിംഗ് പോകുന്നത്. ഓക്കെ, അപ്പോൾ കേരളത്തിൽ ഇപ്പം സ്റ്റുഡൻസ് നോർമലി നീറ്റ് അപ്ലൈ ചെയ്യുന്നു. അവര് കേരളത്തിന് വേണ്ടിയിട്ട് സീറ്റ്സ് നോക്കുന്നവര് കീമിലും അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പം കീമിൽ അവർ ജസ്റ്റ് അപ്ലൈ മാത്രം ചെയ്താൽ മതി, എക്സാം ഒന്നും അവർ എഴുതേണ്ടി വരുന്നില്ല. അല്ലല്ല, കീമിന് ആപ്ലിക്കേഷൻ മാത്രം കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നീറ്റിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം ഈ ഒരു മാർക്ക് എന്ത് ചെയ്യുന്നത് കീമിൻ്റെ സൈറ്റിലോട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു കേരള റാങ്ക് വരും. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും എന്ത് നടക്കാൻ പോകുന്നത്, കേരളത്തിൽ കൗൺസിലിംഗ് നടക്കാനായിട്ട് പോകുന്നത്. സാർ ഇപ്പോൾ പറഞ്ഞായിരുന്നു നീറ്റിന് ആപ്ലിക്കേഷൻ ഇടുന്ന സമയത്ത് നമ്മുടെ MBBSൻ്റെതും BDMS തുടങ്ങിയ കോഴ്സിനൊക്കെ ആപ്ലിക്കേഷൻസ് ഇടുന്നുണ്ട്. അപ്പം അതുപോലെ തന്നെ BSc നഴ്സിംഗ് ഇപ്പം കേരളത്തിലെ സ്റ്റുഡൻസ് നോക്കുന്നുണ്ടെങ്കിൽ അവരും നീറ്റിന് അപ്ലൈ ചെയ്യുന്നുണ്ടോ? അത് BSc നഴ്സിംഗിൻ്റെ കേസിലോട് വരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ കറൻ്റ് ഓൾ ഇന്ത്യ കോട്ടയിൽ BSc നഴ്സിംഗ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയിംസ്, ജിപ്മർ പോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ മാത്രമാണ് BSc നഴ്സിംഗ് നീറ്റിൻ്റെ അണ്ടറിൽ നിന്ന് കൗൺസിൽ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള സ്ഥാപനങ്ങളിൽ BSc നഴ്സിംഗിന് അഡ്മിഷൻ നോക്കുന്ന വിദ്യാർത്ഥികളാണ് എങ്കിൽ അവർ നീറ്റ് എഴുതി മെറിറ്റ് അടിസ്ഥാനത്തിൽ അഡ്മിഷൻ എടുത്ത് തന്നെ ആവണം. ഇനി ഇല്ല എങ്കിൽ എന്തായിരിക്കണം, സ്റ്റുഡൻസിനെ സംബന്ധിച്ചിട്ട് അതത് സ്റ്റേറ്റിൻ്റെ ബോഡിക്ക് അനുസരിച്ചിട്ട് അവർ എന്ത് ചെയ്യണം, കൗൺസിലിങ്ങിന് അപ്പിയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ സർ, നീറ്റിന് ഏകദേശം എത്ര സ്കോർ ഉള്ള ഒരു സ്റ്റുഡൻസിനായിരിക്കും അഡ്മിഷൻ പ്രോസസ്സിംഗ് ഒക്കെ സ്റ്റാർട്ട് ആകുമ്പോൾ അവർക്ക് സീറ്റ് കിട്ടാൻ വേണ്ടി സാധ്യത വരുന്നത്? നീറ്റിന് നമുക്ക് ഒരിക്കലും മാർക്കിൻ്റെ ബേസിൽ ഒരിക്കലും പറയാനായിട്ട് പറ്റത്തില്ല. അതിനകത്തുള്ള ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഓൾ ഇന്ത്യ കോട്ട റാങ്കാണ്. ഓക്കെ, അതായത് മാർക്ക് എപ്പോഴും വേരി ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ എക്സാം ടഫ് ആണെങ്കിൽ മാർക്ക് വരുന്നത് കട്ട് ഓഫ് കുറയും, എക്സാം ലിബറൽ ആണെങ്കിൽ കട്ട് ഓഫ് കൂടും. ഓക്കെ, അപ്പോൾ മാർക്കിൽ വലിയ തരത്തിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാവാം. അപ്പോൾ നമുക്ക് നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഓൾ ഇന്ത്യ കോട്ട റാങ്കാണ്. നമ്മളിന്ന് ഇന്ത്യയിൽ നമുക്ക് എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞാൽ ഓൾ ഇന്ത്യ കോട്ട കൗൺസിലിംഗും ഉണ്ട്, നമുക്കത് കൂടാണ്ട് എന്തുണ്ട്, സ്റ്റേറ്റ് കോട്ട കൗൺസിലിംഗും ഉണ്ട്. അപ്പോൾ ഈ ഓൾ ഇന്ത്യ കോട്ട കൗൺസിലിങ്ങിനകത്ത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലുള്ള ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകൾ, ഇപ്പോൾ നമ്മൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജോ അല്ലെങ്കിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജൊക്കെ എടുത്താലും ഇന്ത്യയിലുള്ള ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളുടെ 15% സീറ്റ്, 15% സീറ്റ് ഓൾ ഇന്ത്യ കോട്ടയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ള സീറ്റാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള 85% സീറ്റാണ് കേരളത്തിലുള്ള വിദ്യാർത്ഥികൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കീമിലൂടെ അപ്ലൈ ചെയ്ത് അഡ്മിഷൻ എടുക്കുന്നത്. മനസ്സിലായ? ഓക്കെ, സോ ഇത് കൂടാണ്ട് പിന്നെ ഓൾ ഇന്ത്യ കോട്ടയുടെ അണ്ടറിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ഇന്ത്യയിലുള്ള ഡീംഡ് യൂണിവേഴ്സിറ്റികൾ, കൽപ്പിത സർവകലാശാലകൾ, നമ്മുടെ അമൃത പോലെയൊക്കെയുള്ള അമൃത, വിനായക മിഷൻ, SRMC ഒക്കെ പോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ, ഇപ്പോൾ ഹിന്ദു ബനാറസ് യൂണിവേഴ്സിറ്റി, അത് കൂടാണ്ട് എന്ത് ചെയ്യുന്നുണ്ട് ജാമിയ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി. അപ്പോൾ ഇത്തരത്തിലൊക്കെയുള്ള നമ്മളെന്താണ് സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികളുടെ അണ്ടറിൽ വരുന്ന മെഡിക്കൽ കോളേജ്. അപ്പോൾ ഇത്രയും സ്ഥാപനങ്ങളാണ് എന്ത് വരുന്നത് നമുക്ക് ഓൾ ഇന്ത്യ കോട്ടയുടെ കൗൺസിലിങ്ങിൻ്റെ അണ്ടറിൽ വരുന്നത്. അപ്പം ഓൾ ഇന്ത്യ കോട്ട 15%, ഡീംഡ് യൂണിവേഴ്സിറ്റികൾ, സെൻട്രലൈസ്ഡ് യൂണിവേഴ്സിറ്റികൾ. അപ്പോൾ ഇത്രയാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഇതിൽ നമ്മളൊരു ഗവൺമെൻറ് സീറ്റ് നോക്കുകയാണെങ്കിൽ, നമ്മൾ കഴിഞ്ഞ വർഷത്തേക്ക് ഒരു സ്ട്രാറ്റജി നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു മെഡിക്കൽ കോളേജിൽ നമുക്ക് MBBSന് ഗവൺമെൻറ് കോട്ടയിൽ ഒരു സീറ്റ് കിട്ടണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു ജനറൽ കാറ്റഗറി വിദ്യാർത്ഥിയെ സംബന്ധിച്ചിട്ട് ഒരു
ഒരു 25,000 to 30,000 റാങ്ക് ഉണ്ടെങ്കിൽ മാത്രമേ, 30,000 ഒന്നും ഒരു പോസിബിലിറ്റിയേ ഇല്ല, ഒരു 28,000 ഒക്കെ വരെ റാങ്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് പോസിബിലിറ്റി ഉള്ളത്. ഈ വർഷം പുതിയ കോളേജുകൾ വരെയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ മേ ബി ഒരു 30,000 ഒക്കെ ആണെങ്കിൽ ഒരു പോസിബിലിറ്റി ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ കേരളത്തിൽ നമുക്കൊരു ജനറൽ കാറ്റഗറിയിൽ എത്രയായിരിക്കും റാങ്ക് ഉള്ള ഒരു സ്റ്റുഡൻറ്റിന് സീറ്റ് പോസിബിലിറ്റി വരുന്നത്? കേരളത്തിൻ്റെ കേസിലോട്ട് നമ്മൾ വരുന്ന സമയത്ത് കേരളത്തിൽ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഗവൺമെൻറ് കോട്ട സീറ്റുകളുടെ എണ്ണം കുറവാണ്. അപ്പോൾ കേരളത്തിൻ്റെ കേസിൽ ഒരു ഓൾ ഇന്ത്യ റാങ്ക് നോക്കുകയാണെങ്കിൽ ബിലോ ഒരു 25,000 ബിലോ ഉള്ള ഒരു വിദ്യാർത്ഥിക്ക് മാത്രം 25,000, അതായത് ഞാൻ പറയുന്ന ഓൾ ഇന്ത്യ റാങ്ക് 25,000 താഴേക്ക് വരുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമേ കേരളത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു സാധ്യതയുണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തുള്ളൂ. മനസ്സിലായി? ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലേക്ക് കൗൺസിലിംഗ് നോക്കുകയാണെങ്കിൽ അറൗണ്ട് ഒരു 20,000 റേഞ്ചിലൊക്കെയാണ് എന്ത് ചെയ്തേക്കുന്നത്, ലാസ്റ്റ് റാങ്ക് ഓൾ ഇന്ത്യ കോട്ട കട്ട് ഓഫ് പോയേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ വർഷം നമുക്ക് സീറ്റ്സിൻ്റെ എണ്ണം കൂടുന്നതിനെ ബേസ് ചെയ്തിട്ട് മേ ബി ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവാനായിട്ടുള്ള ഒരു സാഹചര്യം നമുക്ക് കാണുന്നുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് സെൽഫ് ഫൈനാൻസിങ്ങിലോട്ട് പോകുന്ന സമയത്ത്, ഇപ്പോൾ സെൽഫ് ഫൈനാൻസിങ്ങിലോട്ട് പോകുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഫീസ് കുറവുള്ളൊരു സംസ്ഥാനം എന്ന് പറയുന്നത് കേരളമാണ്. വർഷം 8 ലക്ഷം രൂപയാണ് നമുക്ക് ഫീസ് വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഡീംഡ് യൂണിവേഴ്സിറ്റിയിലോട്ട് പോകുന്ന സമയത്ത് വർഷം 13-14 ലക്ഷം രൂപ മുതൽ 35 ലക്ഷം രൂപ വരെ ഒരു വർഷത്തേക്ക് ഈടാക്കുന്ന കോളേജുകൾ ഇന്ത്യയിലുണ്ട്. അതായത് 1,70,00,000 രൂപ വരെ ഫീസ് ഇനത്തിൽ മാത്രം ഈടാക്കുന്ന യൂണിവേഴ്സിറ്റികൾ ഇന്ന് ഇന്ത്യയിൽ അവൈലബിൾ ആണ്. നീറ്റ് ക്വാളിഫൈ ആവുന്ന സ്റ്റുഡൻസിന് മാത്രമല്ലേ പ്രൈവറ്റിലായിരുന്നാൽ പോലും സീറ്റ് കിട്ടുന്നുള്ളൂ? നമുക്ക് നമുക്ക് അഡ്മിഷൻ പ്രൊസീജിയറിന് നമ്മൾ എൻ്റർ ആവണമെങ്കിൽ നീറ്റ് ക്വാളിഫൈഡ് ആകാത്തൊരു വിദ്യാർത്ഥിക്ക് അഡ്മിഷൻ പ്രൊസീജിയറിൽ പോലും നമുക്ക് എൻ്റർ ആവാനായിട്ട് സാധിക്കുകയില്ല. അതായത് നീറ്റ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏതെങ്കിലും ഒരു MBBS കോളേജിൽ അഡ്മിഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ടും നീറ്റിന്റെ അണ്ടറിൽ മാത്രമേ നടക്കൂ. ഓൺലി പോസിബിലിറ്റി അത് മാത്രമേ ഉള്ളൂ. വൺസ് നീറ്റ് ഇംപ്ലിമെന്റ് ആയത് മുതൽ ഇന്ത്യയിൽ എവിടെയെങ്കിലും MBBS അഡ്മിഷൻ അല്ലെങ്കിൽ നീറ്റിന്റെ അണ്ടറിലുള്ള കോഴ്സുകളിൽ അഡ്മിഷൻ വേണമെങ്കിൽ നീറ്റ് ക്വാളിഫൈഡ് ആയി തന്നെ ആവണം. ഓക്കെ, സോ നമ്മളിപ്പോൾ ഗവൺമെന്റ് കോട്ടയിൽ നമ്മൾ ഈ പറയുന്നത് പോലെ 20,000 അല്ലെങ്കിൽ 25,000 റാങ്കൊക്കെയുള്ള വിദ്യാർത്ഥികൾക്കാണ് കിട്ടുന്നതെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ 1.5 കോടി അല്ലെങ്കിൽ 1.25 കോടിയൊക്കെ മേടിക്കുന്ന കോളേജുകളെ സംബന്ധിച്ചിട്ട് 10 ലക്ഷമോ 11 ലക്ഷമോ റാങ്കുള്ള വിദ്യാർത്ഥികളും ഒരു മാനേജ്മെന്റ് കോട്ടയിൽ അഡ്മിഷൻ കിട്ടുന്നുണ്ട്. കാര്യം ഇന്ത്യയിൽ നമ്മളിപ്പോൾ നോക്കുന്ന സമയത്ത് 2026 ഇപ്പം ഓൾറെഡി കറന്റ് നമ്മുടെ എക്സാം ക്യാൻസൽ ചെയ്തൊരു സിറ്റുവേഷനിലാണ് ഉള്ളത്. അപ്പോൾ 2026 ഏകദേശം 26 ലക്ഷം പേര് പരീക്ഷ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ 50% സ്കോർ ആണ് എന്ത് വരുന്നത്, ജനറൽ കാറ്റഗറിക്ക് വരുന്നത്. OBCക്ക് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ 40% വരുന്നത്. അപ്പോൾ നമ്മുടെ ഒരു മിനിമം ക്വാളിഫയിങ് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ 60% സ്റ്റുഡൻസ് എന്തായാലും ക്വാളിഫൈഡ് ആവും. അപ്പോൾ 20 ലക്ഷം പേര് എഴുതുകയാണെങ്കിൽ ഏകദേശം ഒരു 12 ലക്ഷം പേരൊക്കെ ക്വാളിഫൈഡ് ആവുന്നുണ്ട്. അപ്പം മാർക്ക് എന്ന് പറയുന്നൊരു സംഭവം വളരെ കൺസ്ട്രെയിൻഡ് ആയിട്ടുള്ളത് ഗവൺമെന്റ് കോളേജുകളിൽ മാത്രമാണ്. ഇല്ലാത്ത കുട്ടികളെ സംബന്ധിച്ച് ജസ്റ്റ് ക്വാളിഫൈഡ് ആയാലും എന്ത് കിട്ടും, അവർക്ക് അഡ്മിഷൻ കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്, സീറ്റിൽ അഡ്മിഷൻ എടുക്കാൻ സാധിക്കും. ഇപ്പോൾ നമുക്ക് ഗവൺമെന്റ് കൗൺസിലിംഗ് അല്ലാതെ വേറെ എന്തെങ്കിലും രീതിക്ക് ഈ മാനേജ്മെന്റ് സീറ്റിലോ അല്ലെങ്കിൽ പ്രൈവറ്റ് കോളേജസിലൊക്കെ ഒരു സ്റ്റുഡൻറ്റിന് അഡ്മിഷൻ എടുക്കാൻ സാധിക്കുമോ? നമുക്ക് ഒരു തരത്തിലുള്ള പോസിബിലിറ്റിയും ഇല്ല. ഇപ്പോൾ നമ്മൾ സെൽഫ് ഫൈനാൻസിങ്ങിൽ പോകുന്ന സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ കേരളത്തിൻ്റെ കേസ് എടുക്കുകയാണ്. കേരളത്തിൻ്റെ കേസ് എടുക്കുന്ന സമയത്ത് 3 ടൈപ്പ് ഓഫ് സീറ്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് കോട്ട സീറ്റ്, പിന്നെ മാനേജ്മെൻറ്റ് കോട്ട സീറ്റ്, അത് കൂടാണ്ട് പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ NRI സീറ്റാണ്. ഓക്കെ, ഇത് ഓരോ സ്റ്റേറ്റ് ബേസിൽ ഡിഫറൻസ് ആവുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്രിവിലേജ് കോട്ട വരുന്നുണ്ട്, ഓപ്പൺ കോട്ട സീറ്റ് വരുന്നുണ്ട്, അങ്ങനെ സ്റ്റേറ്റ് ബേസിൽ ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കേരളത്തിലുള്ള ഒരു മെഡിക്കൽ കോളേജിനകത്ത് ഗവൺമെൻറ് കോട്ട സീറ്റിൻ്റെ ആയാലും, ഞാൻ പറഞ്ഞ സെൽഫ് ഫൈനാൻസിങ് കോളേജുകളാണ് കേട്ടോ, ഗവൺമെൻറ് കോട്ട സീറ്റിൻ്റെ ആയാലും ഇനിയില്ല മാനേജ്മെൻറ്റ് കോട്ട സീറ്റിൻ്റെ ആയാലും ഫീസ് സെയിം ആണ്. പിന്നെ എന്താണ് ഇതിനകത്ത് വരുന്ന ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെയുള്ള നോൺ മൈനോറിറ്റി കോളേജ് എടുക്കുകയാണെങ്കിൽ ടോട്ടൽ 100 സീറ്റുള്ള കോളേജിൽ 50 സീറ്റ് കൗൺസിലിംഗ് സീറ്റാണ്. അതിനകത്ത് റിസർവേഷന് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആപ്ലിക്കബിൾ ആയിരിക്കും. മറ്റതിനകത്ത് നമുക്ക് റിസർവേഷന് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും തന്നെ അപ്ലൈ ആവുന്നില്ല. ഓക്കെ, പക്ഷേ എങ്കിൽ പോലും കൃത്യമായ നീറ്റിൻ്റെ മെറിറ്റ് അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന എല്ലാത്തിലും അത് അഡ്മിഷൻ നടക്കുന്നത്. ഇപ്പോൾ മൈനോറിറ്റി കോളേജ് എടുത്താൽ പോലും അവരുടെ അതേതായ റിസർവേഷനിൽ പോലും നീറ്റിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും അവർക്ക് അഡ്മിഷൻ എടുക്കുക. അത്രയേ ഉള്ളൂ. അതായത് ഇപ്പോൾ നമുക്ക് കേരളത്തിൽ ക്രിസ്ത്യൻ മൈനോറിറ്റി കോളേജുകളും മുസ്ലിം മൈനോറിറ്റി കോളേജുകളുമാണ്. അപ്പം അവർ എന്ത് ചെയ്യുന്നുണ്ട്, കൃത്യമായ ഒരു മൈനോറിറ്റി റാങ്ക് എൻട്രൻസ് കമ്മീഷൻ ഓഫ് കേരള എന്ത് ചെയ്യുന്നുണ്ട്, പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മൈനോറിറ്റി റാങ്കിൻ്റെ അടിസ്ഥാനത്തിലാണ് കൗൺസിലിംഗ് നടക്കുന്നത്. ഇനി NRIയുടെ കാര്യത്തിലൂടെ പോകുന്ന സമയത്തും കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. നമ്മൾ കൃത്യമായി NRIക്ക് അഡ്മിഷൻ വേണമെങ്കിൽ NRIയുടെ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാവണം. അതിനുശേഷം എന്ത് ചെയ്യണം, നമ്മൾ കൗൺസിലിങ്ങിൻ്റെ ആപ്ലിക്കേഷൻ മൂവ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഈവൻ നമ്മുടെ NRI കൗൺസിലിങ്ങും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്നത്. ഓക്കെ, സോ അപ്പോൾ ഇന്ത്യയിൽ ഓൾ ഓവർ നോക്കുന്ന സമയത്ത് നീറ്റിന് അണ്ടറിലുള്ള കോഴ്സുകളിൽ വളരെ മെറിറ്റ് ഓറിയന്റഡ് ആയിട്ടാണ് എന്ത് നടക്കുന്നത്, അഡ്മിഷൻ നടക്കുന്നത്. സാർ, ഇപ്പം NRIയുടെ കാര്യം പറഞ്ഞു. ഇപ്പം NRI കാൻഡിഡേറ്റിന് അവർക്ക് നീറ്റ് അപ്ലൈ ചെയ്ത് അതുവഴിയാണ് അവർക്ക് അഡ്മിഷൻ നടക്കുന്നത്. അപ്പം എത്രയായിരിക്കും അവരുടെ റാങ്ക് വേണ്ടി വരുന്നത് അവർക്ക് ഒരു അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട്?
അതൊരിക്കലും പ്രഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതിനകത്തുള്ള പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ആപ്ലിക്കൻസ് വരുന്നതിനെ ബേസ് ചെയ്തിട്ട് ഇതിനകത്ത് ചേഞ്ചസ് ഉണ്ടാവാം. കേരളത്തിൽ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം നീറ്റ് വളരെ ലിബറലായിട്ടുള്ള ഒരു വർഷമായിരുന്നു. അപ്പോൾ കേരളത്തിൽ കഴിഞ്ഞ വർഷം ഏകദേശം ഒരു ജനറൽ കാറ്റഗറി വിദ്യാർത്ഥികളുടെ ക്വാളിഫൈ കട്ട് ഓഫ് 143 ആയിരുന്നു. പക്ഷേ ഈവൻ OBC വിഭാഗത്തിൽ നിന്ന് OBC വിഭാഗത്തിൽ അല്ലെങ്കിൽ SC/ST വിഭാഗത്തിലെ വിദ്യാർത്ഥികളുടെ 113 മാർക്കായിരുന്നു ക്വാളിഫൈങ് കട്ട് ഓഫ്. ഒരു 120 മാർക്കുള്ള വിദ്യാർത്ഥികളൊക്കെ NRI കോട്ടയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞ വർഷം അഡ്മിഷൻ ആയിട്ടുണ്ട്. അപ്പം ഓൾമോസ്റ്റ് ജസ്റ്റ് ക്വാളിഫൈഡ് ആയ വിദ്യാർത്ഥികൾ പോലും എന്ത് ചെയ്യുന്നുണ്ട്, അഡ്മിറ്റ് ആവുന്നുണ്ട്. പക്ഷേ ഞാനിത് പറഞ്ഞ നല്ല കോളേജുകളുടെ കാര്യമല്ല. നല്ല കോളേജുകൾ ചിലപ്പോൾ ലാസ്റ്റ് മാർക്ക് പോയിരിക്കുന്ന 350-400 മാർക്ക് ഇതൊക്കെ ആയിരിക്കാൻ പോയിട്ടുണ്ടാവുന്നത്. സോ അത് ഓരോ വർഷത്തെ എക്സാമിനേഷനെയൊക്കെ ബേസ് ചെയ്തിട്ട് എന്തുണ്ടാവാം, വളരെ വലിയ തരത്തിലുള്ള ഡിഫറൻസുകൾ ഉണ്ടാവാം. സാർ ഇപ്പോൾ പറഞ്ഞു നമുക്ക് ഓൾ ഇന്ത്യ ബേസും ഉണ്ട്, സ്റ്റേറ്റ് വൈഡ് ആയിട്ടും നീറ്റിന്റെ ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇപ്പോൾ കേരളത്തിലുള്ള ഒരു സ്റ്റുഡൻറ്റിന് അതർ സ്റ്റേറ്റിൽ പോയിട്ടും അഡ്മിഷൻ എടുക്കാൻ സാധിക്കുമല്ലോ? യെസ്, കേരളത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് മറ്റുള്ള സ്റ്റേറ്റിലോട്ട് പോയിട്ട് അഡ്മിഷൻ എടുക്കാനായിട്ട് പറ്റും. അതാണ് ഞാൻ പറയുന്നത്. നമുക്കിപ്പോൾ തമിഴ്നാട് പോകുന്ന സമയത്ത് അവിടെ നമുക്ക് ഓപ്പൺ കോട്ട സീറ്റ് അവൈലബിൾ ആണ്, 20% സീറ്റുണ്ട്. കർണാടകയിൽ പോകുന്ന സമയത്ത് 15% സീറ്റ് അവൈലബിൾ ആണ്. അങ്ങനെ എല്ലാ സ്റ്റേറ്റുകളിലും ഓപ്പൺ കോട്ട സീറ്റ് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നോർത്തിലോട്ടൊക്കെ പോകുന്ന സമയത്ത് 30 മുതൽ 40% സീറ്റൊക്കെ ഓപ്പൺ കോട്ട സീറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് സെൽഫ് ഫൈനാൻസിങ് കോളേജുകളിൽ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റേറ്റ് കോട്ടയ്ക്ക് സ്റ്റേറ്റിൽ ആപ്ലിക്കേഷൻ കൊടുക്കണം. ഇനി അല്ല നമ്മൾ ഗവൺമെൻറ്റിലാണെങ്കിൽ ഓൾ ഇന്ത്യ കോട്ടയിൽ MCCയിൽ ആപ്ലിക്കേഷൻ കൊടുക്കണം. അപ്പോൾ ഇതിനകത്ത് എല്ലാത്തിനകത്തും എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് അപ്പിയർ ചെയ്യാനായിട്ട് സാധിക്കും. അതായത് MCC കൗൺസിലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ നമുക്ക് സ്റ്റേറ്റ് വൈഡ് ആയിട്ടും സ്റ്റുഡൻസിന് ആപ്ലിക്കേഷൻസ് പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്യാൻ സാധിക്കും. അതായത് ഓരോ സ്റ്റേറ്റിന്റെ അണ്ടറിൽ വരുന്ന സൈറ്റിൽ കയറിയിട്ട് അവർക്ക് ആപ്ലിക്കേഷൻ ഇടാം. ഓരോ സ്റ്റേറ്റിനും അതായത് കൗൺസിലിംഗ് അതോറിറ്റി ഉണ്ടാവും. അവർ വഴി സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കൗൺസിലിംഗ് പിന്നെ ആപ്ലിക്കേഷൻ കൊടുത്ത് അഡ്മിഷൻ നമുക്ക് നേടാനായിട്ട് സാധിക്കും. ഇന്ത്യയിലെ MBBS കൗൺസിലിംഗുമായിട്ട് വിദ്യാർത്ഥികളുടെ ഇടയിൽ ധാരാളം സംശയങ്ങളുണ്ട്. നമുക്ക് അനുരാജ് സാറിൽ നിന്ന് അതിൻ്റെ ഏകദേശം ഒരു ഐഡിയ എല്ലാവർക്കും കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ താങ്ക് യു.